ആ കത്ത് വന്നത് പിന്നെ ഇവിടെ എന്ത് ബഹളായിരുന്നെന്നോ. അന്ന് തുടങ്ങിയതാ ഈ ജേവിളി. എന്തായി, തൃപ്തിയായില്ലേ? ഇതുവരെ അച്ഛനേനി, ഇപ്പൊ അമ്മയും തുടങ്ങിയെങ്കിലും എനിക്കത് കിട്ടണം. അർച്ചന മിൽസിന്റെ ഉടമസ്ഥൻ ആരാന്നറിയാവോ? അപ്പൊ അതും അറിയാണ്ടായോ? അർച്ചന നായർ അല്ലാണ്ടാരാ? അല്ല, പിന്നെ രാമചന്ദ്രൻ. ഈ ഞാൻ വായിച്ചു നോക്ക്. ഈ കത്തിൽ നിന്നുണ്ടായതാ എല്ലാ പ്രശ്നവും. അല്ലോ, ഏത് ഹറാൻ പറഞ്ഞാണ് കത്ത് എഴുതിയത്? ഇതുപോലൊരു പോക്കർത്തനം കാണിക്കാൻ ചങ്കൂറ്റമുള്ളവര് ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ. അവന്മാരാരാണെന്നും എനിക്കറിയാം. എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിരുന്നു നിന്റെയൊക്കെ ഉദ്ദേശം? അത് തന്നെ ഉദ്ദേശം. അടിമക്കണ്ടേ, ഓടി വാടോ. പിടിച്ചു മാറ്റാനല്ലേ പറഞ്ഞത്? അടിക്കണോ? അടിമക്കളിഞ്ഞ് അടിക്കണ്ട. ഓടോ പുല്ലേ. നേരെ ഞാൻ കളരിയാണ്. നീ കളരിയാണെങ്കിലേ ഞാൻ തൊഴുത്താ. നീ വീട്ടിൽ വരുമ്പോ ആളോ കൊല്ലുകൂടെ. ദുബായ് ചെന്ന ഉടനെ കാശ് അയച്ചുതരാം, വിസ അയച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേലം വെച്ച് പോയിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരുന്നോടാ. ദുബായ് പോവാതെ എങ്ങനെയാണ് പുല്ല വിസയും കാശും അയക്കുന്നത്? അപ്പൊ നീ ദുബായിക്ക് പോയില്ലേ? ഇല്ല. എന്റെ കണ്ണിന് മുകളിലൊക്കെ മണ്ണുണ്ട്. ഇവിടെ തൊഴുത്തേ ഇനി എന്റെ നാടി മേടിക്കുമല്ലോ. കളരി പോലും കളരി. നിങ്ങളെയൊക്കെ കുഴിയിലിറക്കിയിട്ട് ഞാൻ ദുബായ് പോയി സൂഹിക്കായിരുന്നാ നിങ്ങൾ വിചാരിച്ചത്? പിന്നെ ഇത്രയും നാൾ നീ എവിടെ പോയി സൂഹിക്കായിരുന്നു? ചോദിച്ചു നോക്ക്. ഇങ്ങേരുടെ കൂടെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പൈപ്പ് വെള്ളം കുടിച്ച് പീഡിയത്തിന്റെ കിടന്ന് ഉറങ്ങി വെക്ക സൂഹിക്ക് വരുന്നതാ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുമായി ആ വിസ ഏജന്റ് മുങ്ങി. ഒരാഴ്ച തട്ടിയും മുട്ടിയും ജീവിച്ചു. പിന്നെ പട്ടിണിയായിരുന്നു. തിരിച്ചു വന്നാൽ ഒന്നിനും പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. ദൈവമാണ് എനിക്ക് ഇയാളെ കാണിച്ചെന്നത്. അടിമക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തേനെ. ആ സുഖങ്ങളൊക്കെ എഴുതി അറിയിക്കായിരുന്നത് തെറ്റായി പോയടാ. പക്ഷെ അതിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടായിരുന്നു. എന്റെ വീട്ടുകാരെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിടാമായിരുന്നു. അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? രാമേന്ദ്ര, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാവരുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഒന്ന് പിടിച്ചേക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ പറ. മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും? നീ ഇനി ഒന്നും പറയണ്ട. വാ, ഉള്ള നേരം കൊണ്ട് സ്ഥലം കാര്യാക്കാം. വാ പോര്, ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. രാമേന്ദ്ര, നിനക്ക് ഞങ്ങളോട് പിണക്കൊന്നുമില്ലല്ലോ? നമ്മൾ തമ്മിൽ എന്ത് പിണക്കമാണ്? എന്നാ പിന്നെ ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാടാ. എന്തെങ്കിലും ഒരിക്കൽ നീ വിഷയം കൊണ്ട് വരുമെന്ന് പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലാണ്ടായി. അടിമക്കണ്ണിനോട് ചോദിക്കും. ഇയാളാണ് എന്റെ ഇപ്പോഴത്തെ ഷേഖ്. അല്ലാ, ഒരു ഇബിലീസിനെ തന്നെ തലയെ നിറക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. ഇവിടെ എത്തി നോക്കുമ്പോ വേറെ 2 ശൈത്താന്മാരും കൂടി തലയെ കയറ്റണമെന്നാ. ശരി, വരും പോലെ വരും. പോവാ, എല്ലാവർക്കും കൂടി പോവാ. ശരി. നിന്റെ യാത്രാക്ഷീണൊക്കെ മാറി 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും ശരിയാവില്ല ചാ. ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് ഒരാളെ കാണണ്ട. അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ആരെയാ കാണാനുള്ളത്? ഇനി പോണെങ്കിൽ തന്നെ ഇതെല്ലാം കൂടി കെട്ടിപ്പറിക്കാൻ എന്തിനാ കൊണ്ടോണേ? അതെ, ഞങ്ങൾ ഷേഖിനെ കാണാൻ പോവാ. സിറ്റിയിൽ 3-4 ദിവസം താമസിക്കേണ്ടി വന്നെങ്കിലോ? ഷേഖ് വന്നിട്ടുണ്ടോ? പിന്നെ എത്ര ദിവസം അയാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? ഇനി നമ്മൾ സമയത്ത് എത്താതെ ഷേഖ് തിരിച്ചു പോയിട്ട് നമ്മൾ ദുബായ് ചെന്ന് കാണേണ്ടി വരും. അവിടെ ചെന്ന ഉടനെ കത്തയക്കണേ മോനെ.
അർച്ചന മിൽസ് വാങ്ങാൻ പോകുന്ന രാമേന്ദ്രൻ. അതെ, അതേ രാമേന്ദ്രൻ തന്നെ കമ്പനി മേടിക്കാൻ പോണേ. ഇപ്പൊ ഞങ്ങൾ ഷേഖിനെ കാണാൻ പോവാ, അല്ലാതെ ഒളിച്ചോടി പോകുന്നല്ല. എത്രയും പെട്ടെന്ന് കമ്പനി തുറക്കുകയും ചെയ്യും, നിങ്ങൾക്കൊക്കെ അവിടെ ജോലിയും തരും. രാമേന്ദ്ര, നല്ല തടിവെടുക്കന്മാര്, എല്ലാ പണിയും ഇവരും ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളൂ. ഒക്കെ ശരിയാക്കട്ടോ. കാണിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറയണോ? ഓടാ പുല്ലേ. അയ്യോ, കണ്ണ് കാണാത്തവനെ ഉപദ്രവിക്കല്ലേ. അർച്ചന മിൽസ് തുറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതോടെ നിർത്തിയേക്കണം. ഇനിയും അത് വാങ്ങാൻ ശ്രമിച്ചാൽ നിനക്കൊക്കെ നഷ്ടമാകുന്നത് നിന്റെയൊക്കെ ജീവനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. വേദന സഹിക്കാൻ വയ്യ, എന്തെങ്കിലും മരുന്ന് തരൂ ഡോക്ടർ. ഡോക്ടർ അല്ലടേ, നഴ്സാണ്. അയ്യോ, എനിക്കല്ല, അവിടെ അവിടെ. എനിക്കില്ലേ? ലീഡർ എത്തി. നമസ്കാരം. ഇവരാണ് കക്ഷികൾ. ഇതാണ് രാമേന്ദ്രൻ. നമസ്കാരം. ഇങ്ങനെ നമ്മളെങ്ങനെ ഷേഖിനെ കൊണ്ടുവരും, എങ്ങനെ കമ്പനി മേടിക്കും? രാമേന്ദ്ര, ഇത്ര കുഴപ്പം പിടിച്ച കമ്പനി നമ്മക്ക് വേണ്ട. നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കണം. നിങ്ങളെ തല്ലിയവന്മാരാരായിരുന്നാലും ശരി, അവരെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും. ഈ GK പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്നറിയാമല്ലോ. അതൊന്നും വേണ്ട, ഇതത്ര കാര്യമാക്കാനൊന്നുമില്ല. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. ഇനി നിങ്ങളുടെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അതിനി ദേഹത്ത് സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ പോറൽ വീഴാൻ? ലോക്കൌട്ടിൽ അവർ കമ്പനി പുനരാരംഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഭീഷണികളും യാതനകളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എല്ലാം സഹിച്ച് നമ്മുടെ നാടിന് വേണ്ടി നിലകൊള്ളണം. എന്നിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. വീട്ടിലല്പം ധൃതിയുണ്ട്. ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പോ പിന്നെ കാണാം. ശരി, വരട്ടോ. ഓ, യാത്ര അയച്ചിട്ട് വരാം. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും GK അപ്പ അവിടെ ഓടിയെത്തും.
ഇങ്ങനൊരു ആള് പണിയുള്ളത് നമ്മുടെ നാടിന്റെ ഭാഗ്യം എന്ന് കരുതിയാ മതി. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കടിക്കാൻ പോണേ? രാവണിമനോനെ ആ, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ഷേക്കിനെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് ചെല്ലണം. ആ. രാമേന്ദ്രനെ കാണാതെ ഷേക്ക് തിരിച്ചു പോയ വല്ലതും ഉണ്ടായ കാര്യങ്ങളൊക്കെ ഷേക്കാവും. അതെ അതെ. എന്നാ നമുക്ക് എല്ലാവരും കൂടി ചെന്ന് ഷേക്കിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്താ? അല്ല, എല്ലാരും കൂടെ പോണോന്നില്ല. ഞങ്ങൾ 4 പേരുടെ പോയിട്ട് ഷേക്കിനെയും കൂട്ടിക്കൊണ്ട് ഉടനെ ഇനി മടങ്ങി വരാം. അത് വേണ്ട, നിങ്ങൾ തനിച്ചിനി എവിടെയും പോണ്ട. മറ്റവന്മാര് ഇനി എന്തെങ്കിലും ചെയ്താലോ? തോണ്ടരുത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. വെറുതെ എന്തിനാ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് രാമേന്ദ്ര. ഈ കമ്പനിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായിട്ടാണ് ഈ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ വരണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഷേക്കിന്റെ പാട്ടിന് പോകും. അതെ. മൂക്ക് മുട്ട തിന്നിട്ട് കുന്തോ മടിയും പിടിച്ചോണ്ട് നിൽക്കണോ? വണ്ടി കയറി പൊയ്ക്കോളി. അല്ല, ഞങ്ങൾ 4 പേരും കൂടി പോയി ഷേക്കിനെ കൊണ്ടുവന്നാ പോരെ? ഇനി നാട്ടുകാരെല്ലാം കൂടെ ചാക്കാലേക്ക് പോകുന്ന മാതിരി പോണോ? പോണം. വല്ലവന്മാരും നിങ്ങളെ തല്ലിക്കൊന്ന ചാകുന്നതോ പോട്ടെ. ഫാക്ടറി തുറക്കണ്ടേ? വേഗം കാറിക്കയറ്. ആര് വഴി തടഞ്ഞാലും തല്ലി കൊന്നേരെ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ ഭരണം ഞങ്ങളുടെ കയ്യില്ല. എന്തും ചെയ്യാം, എന്തും ചെയ്യും. ഡോർ അടയ്ക്കണോ? ഇതും അടയ്ക്ക്. വിട്ടോ.